അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, സമൂഹ നിർമ്മാണത്തിന് മതത്തിൻ്റെ പങ്ക് എന്ന കാലിക പ്രസക്തമായ വിഷയത്തെക്കുറിച്ച് ഞാൻ അല്പം സംവദിക്കാൻ ആഗ്രഹിക്കുന്നു. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. അടിസ്ഥാനപരമായി മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. സമൂഹത്തിലേക്ക് പിറന്നു വീഴുന്ന മനുഷ്യൻ സമൂഹത്തിനോടൊപ്പമാണ് വളർന്നു വലുതാകുന്നത്. ആ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് മനുഷ്യത്വത്തിൻ്റെ ഘടകങ്ങളും ഗുണവിശേഷങ്ങളും ഒക്കെ മനുഷ്യൻ ആർജിച്ചെടുക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ മതമുള്ള മനുഷ്യനെയാണ് പ്രപഞ്ചനാഥൻ സൃഷ്ടിച്ചത് എന്നാണ്. ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം ആദിത്യ പ്രവാചകനാകുമ്പോൾ സാമൂഹിക ജീവിതത്തിൻ്റെ ബാലപാഠങ്ങളും സഹജീവി സ്നേഹത്തിൻ്റെ പാഠങ്ങളും സമൂഹത്തോടും ബന്ധുജനങ്ങളോടുമുള്ള കടപ്പാടുകളും ഒക്കെയും പഠിപ്പിക്കപ്പെടുക കൂടി ചെയ്യുന്നുണ്ട്. ലോകത്ത് അരാജകത്വവാദത്തിനോ അരാഷ്ട്രീയവാദങ്ങൾക്കോ ഉദാര സമീപനങ്ങൾക്കോ സാധ്യമാകാത്ത ധർമ്മണബോധ പാഠങ്ങളാണ് മതസംഹിതകൾ നിർവഹിക്കുന്നത്. മതമാണ് മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് എന്ന് പറയുന്നത് കേവല വാചിക വ്യവസ്ഥതയല്ല, മറിച്ച് മതത്തോളം മനുഷ്യനെ മനസ്സിലാക്കുകയും മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന മറ്റൊരാശയവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. വൈകാരികതയ്ക്കപ്പുറം വൈചാരികതയുടേതായ തലങ്ങളാണ് മതങ്ങൾ മനുഷ്യ സമൂഹത്തിന് മുന്നിൽ വരച്ചിടുന്നത്. കേവല ആസ്വാദനങ്ങൾക്കും നിമിഷമായ വിഭ്രാന്തികൾക്കും ഉപരി സഹജീവികൾക്കോ സമൂഹത്തിനോ ദോഷം വരുത്താത്ത രൂപത്തിൽ സൗമ്യ സാന്നിധ്യമായി ഭൂമുഖത്ത് ജീവിക്കാനാണ് ഓരോ മതവും മതവിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം ആ രൂപത്തിലുള്ള കൃത്യമായ ബോധനമാണ് മതാനുയായികളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അവിടെ നന്മ തിന്മകളെ പകൽ വെളിച്ചത്തിൽ മാത്രമല്ല, അതേത് നിശബ്ദതയിലും ഏത് ഏകാന്ത വിജനതയിലും കൂടെ കൂട്ടണമെന്ന് ഇസ്ലാം കൃത്യമായി നിഷ്കർഷിക്കുന്നുണ്ട്. സാമൂഹിക ജീവിതത്തിൻ്റെതായ എല്ലാ അടിസ്ഥാന പാഠങ്ങളും ചെറുപ്രായത്തിൽ തന്നെ വിശ്വാസികളുടെ മനോദരങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഈ മതം ആരയിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മതമൂല്യങ്ങളുടെ ഏതെങ്കിലും തലങ്ങളിൽ സംഭവിക്കുന്ന അപജയങ്ങളെയോ വ്യാഖ്യാനപരമായ വൈരുദ്ധ്യങ്ങളെയോ ചൂണ്ടിക്കാണിച്ച് മതമൂല്യങ്ങൾ മാനവികതയ്ക്ക് വേണ്ടതല്ല. മതമൂല്യങ്ങൾ മാനവികതയെ ഹനിക്കുന്നതാണ് എന്നൊക്കെ പ്രചാരണം നടത്തുന്നവർക്ക് പകരമായി സാമൂഹ്യ ജീവിതത്തിൻ്റെതായ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന മറ്റൊരു സാധ്യതയോ മറ്റൊരു പ്രത്യയശാസ്ത്രമോ തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ല എന്നതാണ് സത്യം. സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വതത്തെക്കുറിച്ചുള്ള ആലോചനകളിലൂടെ മാത്രമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നല്ല, അങ്ങനെ ജീവിക്കുന്നത് മതവീക്ഷണത്തിൽ അരുതായ്മയായിട്ടാണ് നാം വിലയിരുത്തുന്നത്. ഒറ്റയ്ക്ക് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തൊട്ടയൽപക്കത്തുള്ളവൻ്റെ വയർ ഒട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുവാനും വീണുകിടക്കുന്നവനൊരു കൈ നീട്ടിക്കൊടുക്കാനും അപരിചിതർക്കൊരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഹൃദയാഭിവാദ്യം അർപ്പിക്കണമെന്നും പറയുന്ന ഇസ്ലാമിൻ്റെ ആ സാമൂഹിക പക്ഷത്തെ മനസ്സിലാക്കിയെടുക്കുന്നതിൽ പരാജയപ്പെടുന്നതാണ് പലരെയും ഇസ്ലാം വിരുദ്ധരും ഇസ്ലാം വിരുദ്ധ പ്രബോധന പ്രചാരകരും ആക്കി മാറ്റുന്നത്. ഇത്തരം സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ദൗത്യവും ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരേണ്ടത്. ഇസ്ലാം എന്നത് നമ്മുടെ രാജ്യത്ത് എന്നല്ല, ലോകത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലേക്കും പടർന്നു പന്തലിച്ചത് ആയുധത്തിൻ്റെ പിൻബലം കൊണ്ടൊന്നും ആയിരുന്നില്ല, മറിച്ച് ജീവിത സാക്ഷാത്കാരം കണ്ടുകൊണ്ടായിരുന്നു. ഹോജ മൊയ്നുദ്ദീൻ ചിസ്തിക്ക് ലക്ഷക്കണക്കിന് അനുയായികളെ കിട്ടിയത് അവിടുത്തെ സ്വാർത്ഥികമായ ജീവിതം കണ്ടുകൊണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലേക്ക് വിരുന്നെത്തിയ സ്വഹാബി പാരമ്പര്യം അവരുടെ ജീവിതം കണ്ടുകൊണ്ടായിരുന്നു കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അപ്പോൾ ഇസ്ലാം എന്നത് ഏതൊരു സമൂഹത്തിനും ഉൾക്കൊള്ളാനും ഏതൊരു വ്യക്തിക്കും ഉൾക്കൊള്ളാനും സാധിക്കുന്ന സാമൂഹിക വിധാനങ്ങളുള്ള മതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രോതാക്കൾക്ക് നന്ദി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.